എന്നതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം. ആമുഖം. ഈ കാലഘട്ടത്തിൽ കുറേ പഴങ്ങൾ ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയ്ക്ക് അറിയില്ല. ഞങ്ങളുള്ള തിരുനെല്ലി പഞ്ചായത്തിൽ വനത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് കുറേ പഴങ്ങളുണ്ട്. പക്ഷെ അതിൽ പലതും ഞങ്ങളുടെ പുതുതലമുറയ്ക്ക് അറിയില്ല. പഠനത്തിൻ്റെ ആവശ്യകതയും പ്രസക്തിയും. പുതുതലമുറയ്ക്ക് കൂടുതൽ പഴങ്ങളെക്കുറിച്ച് അറിവ് നൽകുക. പഴയ തലമുറയിൽ നിന്നും കൂടുതൽ അറിവ് ശേഖരിച്ച് പുതുതലമുറയ്ക്ക് പഴയ കാലഘട്ടത്തിലുള്ള പഴങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുക എന്നതെല്ലാമാണ് പഠന ലക്ഷ്യങ്ങൾ. പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങൾ കണ്ടെത്തി അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുക. പ്രാദേശിക പഴവർഗ്ഗങ്ങളെ സവിശേഷതകൾ കുറിച്ച് മുതിർന്നവർക്കും പുതുതലമുറകൾക്കും പെട്ടവർക്കും ഉള്ള അറിവ് മനസ്സിലാക്കുക. പ്രാദേശിക പഴവർഗ്ഗങ്ങൾ പാഴായി പോകുന്നുണ്ടോ എന്ന് കണ്ടെത്തൽ. പ്രാദേശിക പഴവർഗ്ഗങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. പ്രാദേശിക പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തയ്യാറാകുന്ന കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുക. പ്രാദേശിക പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തയ്യാറാകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത കണ്ടെത്തുക എന്നതെല്ലാമാണ്. ഞങ്ങൾ ഉപയോഗിച്ച പഠന രീതി സർവേ രീതിയാണ്. അതിൽ പ്രമാണ വിശകലനം, അഭിമുഖം, നിരീക്ഷണം എന്നതെല്ലാമാണ്. ഞങ്ങൾ ഇവിടെ സാമ്പിളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരുനെല്ലി പഞ്ചായത്തിലെ 8ാം വാർഡിലെ 20 വീടുകളാണ്. അതിൽ മൊത്തം 50 പേർ. അതിൽ ഞങ്ങൾ രണ്ടായി തിരിച്ചു. ഒന്ന് പുതിയ തലമുറ, പഴയ തലമുറ എന്നതെല്ലാമാണ്. പുതിയ തലമുറയിൽ 40 വയസ്സിൽ താഴെയുള്ളവരും പഴയ തലമുറയിൽ 40 വയസ്സിൽ മുകളിൽ ഉള്ളവരുമാണ്. പഠനത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ. അഭിമുഖ ചോദ്യാവലി. അതിൽ 20 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചോദ്യ മേഖലകൾ: പ്രാദേശിക പഴവർഗ്ഗങ്ങളെ സവിശേഷതകളെ കുറിച്ച് അറിവ്, പഴവർഗ്ഗങ്ങൾ പാഴായി പോകൽ, കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത എന്നെല്ലാമാണ്. അപഗ്രഥനവും നിഗമനവും. പ്രാദേശികമായി കണ്ടുവരുന്ന പ്രധാന ഫലങ്ങളാണ് ഇവയെല്ലാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന പഴങ്ങളാണ് ഇവയെല്ലാം. ചക്കപ്പഴം, പപ്പായ, കൊക്കോ, കാക്കപ്പഴം, മാമ്പഴം, വാഴപ്പഴം, ഞാവൽപ്പഴം, ആത്തച്ചക്ക, പാഷൻ ഫ്രൂട്ട്, ചാമ്പയ്ക്ക, മൽബറി, ബട്ടർ ഫ്രൂട്ട്, പേരയ്ക്ക, സപ്പോട്ട, പൈനാപ്പിൾ, അത്തിപ്പഴം എന്നതെല്ലാമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് അറിയാത്ത പഴയ പഴങ്ങളാണ് ഇവയെല്ലാം. ഞാറപ്പഴം, മുണ്ടൻപഴം, കോട്ടപ്പഴം, പാണൽപ്പഴം, അത്തിപ്പഴം, തൊണ്ടിപ്പഴം, പഴച്ചിപ്പഴം, ചളിരി എന്നതെല്ലാമാണ് അവ. പ്രാദേശിക പഴവർഗ്ഗങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് മുതിർന്നവർക്കും പുതുതലമുറയിൽപ്പെട്ടവർക്കുമുള്ള അറിവ്. ഇത് ഞങ്ങൾ കണ്ടെത്തിയ ഇതാണ്. പുതിയ തലമുറയിൽ 23 പേരാണ് ഉണ്ടായിരുന്നത്. അറിവുകളുടെ എണ്ണം 8 പേരാണ്. അതിൽ ശതമാനം 34.8%. പഴയ തലമുറയിൽ 27 പേരും അതിൽ 25 പേരും അറിവുള്ളവരാണ്. അതിൽ 92.6% ഉള്ളത്. അങ്ങനെ ആകെ 50 പേരും. അതിൽ അറിവുള്ളവരുടെ എണ്ണം 33 പേരും 66% ഉള്ളത്. പ്രാദേശിക പഴവർഗ്ഗങ്ങൾ പാഴായി പോകൽ കാരണങ്ങളാണ് ഇവയെല്ലാം. അതായത് സീസൺ ആകാത്ത സമയത്ത് പഴങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളുടെ അഭാവം, അതുപോലെ തന്നെ പക്ഷികളും മറ്റു ജീവികളും ശല്യം, കൃത്യമായ സമയങ്ങളിൽ പൂത്തു കിട്ടാത്തത്, പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നതെല്ലാമാണ്. പഴവർഗ്ഗങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉള്ള മാർഗങ്ങൾ. ഇവയൊക്കെ ഞങ്ങൾ സർവേ രീതിയിൽ പഴയ തലമുറയിൽ നിന്നും ശേഖരിച്ച അറിവുകളാണ്. ഉണക്കി സൂക്ഷിക്കാം, ശീതീകരിക്കൽ, ഫ്രീസിംഗ്, ചൂടാക്കൽ, പഞ്ചസാരയിൽ സൂക്ഷിക്കുക, അച്ചാറാക്കുക, ഇൻഫ്യൂസിംഗ്, ഉപ്പിലിടൽ എന്നിവയെല്ലാമാണത്. പ്രാദേശിക പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തയ്യാറാകുന്ന കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അവയുടെ വിപണന സാധ്യതയും. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ: അച്ചാറുകൾ, പപ്പടം, ഉപ്പിലിട്ടത്, സ്ക്വാഷ്, ജാം. ഉൽപ്പന്നങ്ങൾ വിപണനം കണ്ടെത്തി സാമ്പത്തിക മെച്ചം ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ വിപണന സാധ്യത കൂടുതൽ വീട്ടമ്മമാരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള അച്ചാറുകൾ, പപ്പടങ്ങൾ, ഉപ്പിലിട്ടത്, സ്ക്വാഷ്, ജാം എന്നിവയെല്ലാം വലിയൊരു വിപണന സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ ആരും ചിന്തിക്കാത്ത ഒരു വിഷയം തന്നെയാണ്. ഇതിനായി ഈ പഴങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ:
പ്രാദേശിക പഴവർഗ്ഗങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനുള്ള ക്ലാസുകൾ, ഉൽപാദനം എങ്ങനെയെന്നൊക്കെ, വിളവെടുപ്പ് സംരക്ഷിക്കുക, കുടുംബശ്രീ അയൽക്കൂട്ടം തുടങ്ങിയവയുടെ ഉൽപാദനവും വിപണന സാധ്യതയും, ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നിവയെല്ലാമാണ്.